ഓസ്ട്രിയയിൽ 2 ലക്ഷം വരെ സാലറി ഉള്ള ലീഗൽ ഹോസ്പിറ്റൽ ജോബ്സ് ഇപ്പോൾ ഫോറിനേഴ്സിനായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഡിഗ്രിയുടെ ആവശ്യമില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിസ സപ്പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങാനുള്ള ഒരു ചാൻസ് കൂടിയാണിത്. അതുപോലെ തന്നെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലും നല്ല നല്ല ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. ഈ ഒരു ഓസ്ട്രിയയിൽ മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് 40 മന്ത്സ് സാലറി കിട്ടുന്നത്. നമുക്ക് 1 ഇയറിൽ 2 മന്ത്സ് സാലറി എക്സ്ട്രാ കിട്ടും. അതിനി നിങ്ങളൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇനി സ്റ്റഡീസിന് പോയിട്ട് ഏതെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു വർക്കറിനാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ഓപ്ഷൻസ് ഓസ്ട്രിയൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു ഓസ്ട്രിയയിലെ ഈ ഒരു ഹോസ്പിറ്റൽസ് ക്ലീനേഴ്സ് അതുപോലെ തന്നെ ജാനിറ്റർ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം ഇന്റർനാഷണൽ അപ്ലിക്കൻസിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കുക, അതുപോലെ തന്നെ ഒരു വർക്കറിനും ഈ ഒരു ഓസ്ട്രിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഈ ഒരു ഓസ്ട്രിയക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ ജെനിറ്റർ ജോബ്സിന്റെ കാര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് വേക്കൻസികളായി വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ ജെനിറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്ലീനർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതായത് ഈ ഒരു ജോബ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പേഷ്യൻസിന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുക, ഹോസ്പിറ്റൽ കോറിഡോർസ് ആൻഡ് ബാത്റൂംസ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുക, മെഡിക്കൽ വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് എക്യുപ്മെന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈജീൻ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുക, എമർജൻസി ക്ലീനപ്പ് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 1800 യൂറോ മുതൽ 2200 യൂറോ പെർ മന്ത് വരെ, അതായത് ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം സാലറി വരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് ഒരു 35 to 40 ഹവേഴ്സ് മാത്രമാണ് വരുന്നത്. വിസ സ്പോൺസർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ജോബ് ടൈപ്പ് ഫുൾ ടൈമും ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഇനി ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിയന്നയിലാണെന്നുണ്ടെങ്കിലും ഗ്രാസ്, അതുപോലെ തന്നെ ലിൻസ്, സാൾസ്ബർഗ്, ഇൻസ്ബ്രക്ക് അങ്ങനെ എല്ലാ ലൊക്കേഷൻസിലും ഉണ്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ വിയന്നയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഈ ഒരു ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വരുന്നത് വിയന്നയാണ്. അതായത് ഒരുപാട് നല്ല നല്ല യൂണിവേഴ്സിറ്റികളും ഈ ഒരു വിയന്നയിലാണ് ഉള്ളത്. മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ദ വേൾഡ്, ഏറ്റവും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിയന്ന എന്ന് പറയുന്നത്. ബിക്കോസ് അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് സോ എഫിഷ്യൻറ്റ്. അതായത് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രാം, അതുപോലെ തന്നെ മെട്രോ, ബസ്സസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ക്ലീനിങ് ജോബ്സിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കാം. അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവർക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് റിക്വയർഡ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ എല്ലാവരും റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. ജർമ്മൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും നല്ല അവസരങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് കാര്യം പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ പ്രിഫേർഡ് ആണ്. ബട്ട് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളവർക്കും ചില എംപ്ലോയേഴ്സ് ഒക്കെ അവരും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബേസിക് ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ സെലക്ഷൻ ചാൻസ് വളരെ ഇൻക്രീസ് ആവും. ഓക്കെ, പിന്നെ ഇങ്ങനെ പോകുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള യൂറോപ്യൻ സാലറി കിട്ടും, ലീഗൽ വർക്ക് കോൺട്രാക്റ്റ് ആയിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, ഓവർ ടൈം അലോവൻസ്, അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് അലോവൻസ്, ട്രെയിനിങ് പ്രൊവൈഡഡ് ആണ്, ലോങ് ടേം ജോബ് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ്. ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു വർക്കറിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് നോക്കി നോക്കാം. പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ CV വേണം, പിന്നെ മോട്ടിവേഷൻ ലെറ്റർ വേണം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വർക്ക് പെർമിറ്റ് ഡോക്യുമെന്റ്സ്, ബേസിക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ഓസ്ട്രിയക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ക്ലീനർ ജോബിനായിട്ട് പോകുന്ന ആളുകൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വർക്കറിന് വരുന്ന വിസ പ്രോസസ്സ് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ ഒരു നോൺ യു അപ്ലിക്കൻസ് സാധാരണ ജനറലി അപ്ലൈ ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു റെഡ് കാർഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് ഒരു ജോബ് ഓഫർ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 2 പറയുന്നത് ഈ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ഇനിഷ്യേറ്റ് ചെയ്യും. 3rd സ്റ്റെപ്പ് വരിക ഈ ഒരു എംബസി വഴി പെർമിറ്റ്സിന് അപ്ലൈ ചെയ്യുക. പിന്നെ 4th സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ഈ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സാധാരണ ഒരു 6 to 10 വീക്സ് ആണ് നമുക്ക് വരിക ഈ ഒരു അപ്രൂവൽ കിട്ടാനായിട്ട്. പിന്നെ സ്റ്റെപ്പ് 5 പറഞ്ഞിട്ട് ഓസ്ട്രിയയിൽ പോയിട്ട് നമുക്ക് ലീഗലായിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു വിസ പ്രോസസ്സായിട്ട് വരിക. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഓസ്ട്രിയക്കുള്ള ഈ ഒരു ക്ലീനർ ജോബ്സിൻ്റെ വേക്കൻസികൾ എന്നൊക്കെ പറയുന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്ലീനിങ് ജോബ് നേടിയെടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം.
ഞാൻ കുറച്ച് ജോബ് പോർട്ടൽസിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതായത് AMS ജോബ് ബോർഡ്സ്, US യൂറോപ്പ്, career.at, സ്റ്റെപ്സ്റ്റോൺ ഓസ്ട്രിയ, ഇൻഡീഡ് ഓസ്ട്രിയ, ഇവരുടെയൊക്കെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട കാര്യം ഇവരുടെ വെബ്സൈറ്റ് പോയിട്ട് ഇവരുടെ കരിയർ പേജ് പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ഓസ്ട്രിയ പോലുള്ള ഒരു രാജ്യത്ത് ലീഗലായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. റൈറ്റ്ഫുൾ ആയിട്ടുള്ള CV, റൈറ്റ്ഫുൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻ സ്ട്രാറ്റജി, അതുപോലെ തന്നെ പേഷ്യൻസ്. സോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറോപ്പിക്ക് മൂവ് ചെയ്യാനുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു ചാൻസ് ആണിത്. സോ ഇങ്ങനെ യൂറോപ്പിക്ക് അല്ലെങ്കിൽ ഓസ്ട്രിയയ്ക്ക് ഒരു ജോബിനായിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം. And this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.